ആംബുലൻസിൽ നിന്നും ആ മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി അവിടെ തയ്യാറാക്കിയ അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന മേശകളിൽ അവിടെ ഓരോരുത്തരെ ഒന്നൊന്നായി അവിടെ കിടത്തുകയാണ്. അവിടെ പ്രിയപ്പെട്ട അധ്യാപകരാണ്, അവരുടെ ഉറ്റവരാണ്. അവരെ കാണാനായി ഒരു നാടൊന്നാകെ ഒഴുകിയെത്തിയിരിക്കുകയാണ് ആ സ്കൂൾ മുറ്റത്തേക്ക്. ഒരു തരത്തിലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധമുള്ള അതിവൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾക്കാണ് പാങ്ങ് എന്ന ആ സ്ഥലം സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടേക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിരിക്കുന്നു. ഒഴിവുകാലത്തിൽ ഈ വിനോദയാത്രയ്ക്ക് കുടുംബമായി സഹപ്രവർത്തകർ ഒരുമിച്ച് പോയതാണ്. ആ യാത്രയുടെ അവസാനം അത് ദുരന്തമായി മാറി എന്നുള്ളതാണ് പ്രധാനം. ഒരു നാടൊന്നാകെ ആ സങ്കടത്തിൽ നിൽക്കുന്ന കാഴ്ച. അല്പസമയം മുമ്പാണ് ആ മൃതദേഹങ്ങൾ ഒന്നൊന്നായി എത്തിച്ച് കൊണ്ടിരിക്കുന്നതേയുള്ളൂ. ആംബുലൻസുകൾ തമിഴ്നാട്ടിൽ നിന്നും അറേഞ്ച് ചെയ്ത ആംബുലൻസുകൾ പാങ്ങിലെ സ്കൂൾ മുറ്റത്തേക്ക് എത്തി. അതിൽ നിന്നും ഓരോരുത്തരായി ഇതാ സ്കൂൾ മുറ്റത്തെ ആ പന്തലിലേക്ക് എത്തുന്നു. അവസാനമായി അനുമോദിന് കേൾക്കാൻ കഴിയും തോന്നുന്നു. അനുമോദ്, വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ്. എല്ലാവരും 9 പേരും ഇവിടെ എത്തിച്ചേർന്നു. ഇപ്പോൾ 9 പേരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനം നടത്തുന്ന സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്കൂൾ ഗ്രൗണ്ടിൽ ആംബുലൻസുകൾ നിരനിരയായി നിർത്തി പൊതുദർശനം നടക്കുന്ന ഇടത്തേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന കാഴ്ചയാണ്. ഒരു വാഹനത്തിൽ പോയവരാണ്, 9 വാഹനത്തിൽ പറയാനാകില്ല. അവരുടെ പ്രിയപ്പെട്ട കുട്ടികൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, നാട്ടുകാരൊക്കെ അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട് മണിക്കൂറുകളായിട്ട് ഈ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ കാത്തു നിൽക്കുകയാണ്. അവരുടെ LP സ്കൂളിലെ അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെ അവസാനമായി കാണാൻ അവരെയാണ് ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് അവരുടെ മണിക്കൂറുകളോളം ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ഒരുപാട് വളണ്ടിയേഴ്സും പോലീസും മറ്റു ഉദ്യോഗസ്ഥരും അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ നിർദ്ദേശങ്ങളും വളരെയാണ് സങ്കടം അനുസരിച്ച് മാത്രമാണ് നമുക്ക് ആംബുലൻസിന്റെ അടുത്തുള്ള ആളുകൾ ആംബുലൻസ് ഓരോന്നായി ഈ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ ആളുകളുടെ കണ്ണീർ വിളിച്ചു തുടങ്ങുകയാണ്. അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് സ്കൂൾ മുറ്റത്ത് നടക്കുന്നത്. മലപ്പുറം പാങ്ങ് അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുദർശനം നടക്കുന്നത്. അവർ പഠിപ്പിച്ച സ്കൂളിന് തൊട്ടിപ്പുറത്തുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ വലിയ തോതിലൊരു നാടൊന്നാകെ ഒഴുകിയെത്തിയിരിക്കുകയാണ്. ആ 9 പേരെ അവസാനമായി ഒന്ന് കാണാനായി ഒരു വാഹനത്തിൽ അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഒരു വാഹനത്തിൽ പോയവരാണ് ഇപ്പോൾ 9 വാഹനങ്ങളിലായി വീണ്ടും ആ പാങ്ങിൻ്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ അതിവൈകാരികമായിട്ടാണ് ആ നാട്ടുകാർ, മറ്റവർ, ആ സ്നേഹിതർ എല്ലാവരും ആ അധ്യാപകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഏറ്റുവാങ്ങുന്നത്. രാവിലെ മുതൽ തന്നെ ആ സ്കൂളിലേക്ക് ഒഴുകിയെത്തിയിരുന്നു അവരുടെ പ്രിയപ്പെട്ടവർ. ഈ അപകടത്തിൻ്റെ വിവരമറിഞ്ഞ് അല്ലെങ്കിൽ ആ മൃതദേഹങ്ങൾ അവസാനമായി ഒന്ന് കാണാനായിട്ട് ഉച്ചയോടുകൂടി സംസ്കാരം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുദർശന ക്രമീകരണങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു. വിവിധ ഇടങ്ങളിലായിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അബ്ദുൽ മജീദ് അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ റുഖിയ, അവർ രണ്ടുപേരെയും പാങ്ങ് മാട്ടാത്ത ജുമാ മസ്ജിദിൽ സംസ്കരിക്കും. അധ്യാപികയായിട്ടുള്ള റംല, പാചക തൊഴിലാളി സാജിദ, മറ്റൊരു അധ്യാപിക ഷക്കീല എന്നിവരെ പാങ്ങിലെ വലിയ ജമാഅത്ത് പള്ളിയിൽ ആണ് സംസ്കരിക്കുക. അധ്യാപിക അജിതയെ ഷൊർണൂർ ശാന്തി തീരത്തും ആശയെ കുളത്തൂർ തറവാട്ട് വീട്ടിലും
സുഹറ എന്ന അധ്യാപികയെ ഒപ്പം അവരുടെ മകൻ ഹാഷിമിനെ ഈസ്റ്റ് പാങ്ങും ജുമാ മസ്ജിദിലും സംസ്കരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വലിയ വേദനയിൽ ആ നാട് ഒന്നാകെ നിൽക്കുന്നു. സന്തോഷത്തോടെ മടങ്ങിപ്പോയവർ ഇതാ ചേതനയേറ്റ് ആ സ്കൂൾ മുറ്റത്തേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. പ്രത്യേകമായിട്ടുള്ള സജ്ജീകരണങ്ങൾ തന്നെ തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് മൃതദേഹങ്ങളെല്ലാം വിട്ടു നൽകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. പുലർച്ചെ ഏതാണ്ട് 4 മണിക്കാണ് പോസ്റ്റ്മോർട്ടങ്ങളെല്ലാം പൂർത്തിയാവുന്നത്. 9 മൃതദേഹങ്ങളുടെയും അതിനുശേഷം 6 മണിയോടുകൂടി തന്നെ അവിടെ നിന്നും പുറപ്പെട്ടതാണ് മലപ്പുറത്തേക്ക്. ഇതാ ഇപ്പോൾ അവരുടെ സ്വന്തം മണ്ണിൽ അവസാനമായി അവരെത്തുകയാണ്. 9 പേർ. ഒരു നാട് മുഴുവൻ അവരെ ചേർത്ത് നിർത്തുന്നു, കുടുംബാംഗങ്ങളെ ചേർത്ത് നിർത്തുന്നു. മൃതദേഹങ്ങളൊന്നായി ആ വാഹനങ്ങളിൽ ഇറങ്ങുമ്പോഴെല്ലാം നീങ്ങിപ്പൊട്ടുകയാണ്. സ്കൂൾ മുറ്റത്ത് കൂടി നിൽക്കുന്ന ആളുകൾ എല്ലാവരും. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി സംസ്കാരം നടക്കും എന്നാണ് അറിയിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ സമയമായിരിക്കും ഈ അമ്പലപ്പറമ്പ് സ്കൂളിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുറ്റത്ത് ആ പൊതുദർശനം ഉണ്ടാവുക. അത് 1 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നറിയില്ല. കാരണം അവിടേക്ക് ഇങ്ങനെ ആ നാട്ടുകാർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി ആ പ്രിയപ്പെട്ട അധ്യാപകരുടെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഒന്ന് കാണാനായിട്ട്. പാങ്ങ GLPS സ്കൂളിലെ അധ്യാപകരും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച ആ വാഹനം, ആ ടെമ്പോ ട്രാവലർ വലിയ താഴ്ചയിലേക്ക്, ഏതാണ്ട് 500 അടി താഴ്ചയിലേക്ക് വീണാണ് ഇത്ര ദാരുണമായിട്ടുള്ള, താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ദുരന്തം ഉണ്ടാകുന്നത്. 13 അംഗ സംഘം യാത്ര പുറപ്പെട്ടു. അതിൽ 9 പേർക്ക് ജീവൻ നഷ്ടമായി. ഇപ്പോൾ കോയമ്പത്തൂരിലെ ആശുപത്രിയിലുള്ളവരുടെയും ആരോഗ്യനില ഗുരുതരമാണ്. ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ട്. 48 മണിക്കൂറുകൾ നിർണായകമാണ് എന്നുള്ളതാണ് അവിടുത്തെ ഉറ്റവരോട്, ബന്ധുക്കളോടൊക്കെ അവിടുത്തെ ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത്. ഇനിയും കൂടുതൽ ദുരന്തങ്ങളിലേക്ക്, ദുരന്ത വാർത്തയിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാമെന്നാലും ആ പാങ്ങിലെ ആ സ്കൂൾ മുറ്റം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ് അതിവൈകാരികമായി. നിയന്ത്രണം തെറ്റിയാണ് ആ ടെമ്പോ ട്രാവലർ ഏതാണ്ട് 500 അടി താഴ്ചയിലേക്ക് മറയുന്നത്. തൽക്ഷണം തന്നെ അതിൽ പലർക്കും മരണം സംഭവിച്ചിരുന്നു. 8 പേർ ആ അപകടം നടന്ന സ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ അവിടെ ഓടിയെത്തിയവർ പറഞ്ഞത്. ഒരാൾ ആശുപത്രിയിലേക്കുള്ള വഴിയിൽ. 9 ആംബുലൻസുകളിലായിട്ടാണ് മൃതദേഹങ്ങൾ ഇപ്പോൾ ഇതാ അവരുടെ ജന്മനാട്ടിലേക്ക്, പാങ്ങിലേക്ക് എത്തിച്ചത്. വലിയ തോതിൽ ജനങ്ങൾ അവിടെ തിങ്ങി നിറഞ്ഞെത്തിയിട്ടുണ്ട്, ഓരോരുത്തരെയും കാണുവാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ 1 മണിക്കൂർ സമയം പൊതുദർശനം എന്നുള്ളത് ഒരുപക്ഷെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി സംസ്കാരം നടക്കും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. എങ്കിൽ പോലും അതിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. അനുമോദ് വീണ്ടും ചേരുന്നുണ്ട്. അനുമോദ്, ഈ പൊതുദർശനം 1 മണിക്കൂറാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുള്ളിൽ ആ തിങ്ങിയെത്തിയിരിക്കുന്ന ജനങ്ങൾക്ക് കണ്ട് മടങ്ങാൻ കഴിയുമോ? എന്തോ 1 മണിക്കൂർ കൊണ്ട് ഈ പൊതുദർശനം പൂർത്തിയാകുമെന്ന് പറയാനാകില്ല. ഇപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ മൃതദേഹങ്ങൾ അവരുടെ പേരുകൾ എഴുതിയ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു. ആദ്യം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.